അസ്സലാമലൈക്കും. ഉമ്മൂമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രാന്തി അരിയുടെ ചോറ് കൊണ്ടുള്ള ഉപ്മാവാണ്. അതിലേക്കുള്ള ചേരുവകൾ കാണിച്ചു തരാം. ചോറ്, നാളികേരം ചിരകിയത്, വേപ്പിലയും ഉണക്കമുളകും, സബോള ഒരെണ്ണം നുറുനുറേന അരിഞ്ഞത്, 2 പച്ചമുളക്, നല്ലൊരു കഷ്ണം ഇഞ്ചി, കടുക്, വെളിച്ചെണ്ണ, ഉഴുന്ന് പരിപ്പ്. ഇതാണ് ചേരുവകൾ. അപ്പം ഇനി നമ്മൾ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ മക്കളെ, നമ്മൾ ചട്ടി വെച്ചുകൂട്ടാ. ഇനി അതിൽ പാകത്തിന് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി നമ്മൾ കടുകിടണം. കടുക് പൊട്ടൽ കഴിഞ്ഞു. ഇഞ്ചി ഇടണം. പച്ചമുളക്, സവോള കൊത്തിയരിഞ്ഞു, സവോള നന്നായി ഒന്ന് വാടണം. മക്കളെ, സബോള വാടി, വേപ്പില ഇടുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണക്കമുളക് പൊട്ടിച്ചിടണം. ഇതിൻ്റെ എല്ലാം നന്നായിരുന്നു വാടത്ത. ഇനിയാണ് നമ്മുടെ താരം. ചോറിടണം. നന്നായി തന്നെ ഇളക്കട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഉപ്പൊക്കെ ഓരോരുത്തരെ പാകത്തിന് ഇട്ടാ. ഇത് ഉപ്പിട്ട് ഊറ്റിയ ചോറാണ്. അപ്പോൾ ഇനി മക്കളെ, നമ്മുടെ നാളികേരം ഇടുന്നു ഇവിടെ കേട്ടോ. ഇനി നന്നായി ഇളക്കി മറിക്കി ചോറിൻ്റെ കൂടെ. ഫോണുകൊണ്ടാണ് ഫോണ് കയ്യിലാണ്. അത് അങ്ങോട്ടും കൂടി നീങ്ങുമ്പോഴാണ് കാണാണ്ട് വരുന്നത്. മൂപ്പിക്കുമ്പോൾ ഉഴുന്ന് പരിപ്പ് ഇടുന്നത് ഇതിൽ പെട്ടിട്ടില്ല. ഉഴുന്ന് പരിപ്പ് മൂപ്പിക്കുമ്പോൾ ഇടുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷമാണ് ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂൺ ഇടേണ്ടത്. അത് ക്യാമറയിൽ വിട്ടിട്ടില്ല. ഇപ്പം നമ്മുടെ ക്രാന്തിയരിയുടെ ചോറിൻ്റെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടോ മക്കളെ. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പം മക്കളും ഇതിപ്പോൾ കണ്ടിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കുക.
ഇത് ഞാൻ എൻ്റെ മക്കളുടെ ചെറുപ്പത്തിൽ ചോറ് തിന്നാനുള്ള മടിയോണ്ടാകുമ്പോൾ കാട്ടി കൊടുത്തു അവർക്ക് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതിപ്പോൾ ഓർമ്മ വന്നപ്പോൾ പേരക്കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള സാധനം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.